മുഗൾ ചക്രവർത്തി അക്ബർ സ്ഥാപിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. വിജയത്തിൻ്റെ നഗരം എന്ന അർത്ഥത്തിൽ അന്നത്തെ സിക്രിയെ മാറ്റിയെടുത്ത് ഫത്തേപൂർ സിക്രി എന്ന് പേര് കൊടുത്തു. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നൊരു ഗാർഡൻ രൂപത്തിലാക്കിയിരിക്കുന്നെങ്കിലും അന്ന് ജനങ്ങൾക്കെല്ലാം ഒന്ന് പ്രവേശിച്ച് മന്ത്രിസഭയുടെ കാര്യങ്ങൾ അറിയാനും രാജാവ് എന്ത് പറയുന്നു എന്നുള്ള കാര്യം ഗ്രഹിക്കാനുമുള്ള ഒരു സ്ഥലമായിട്ടാണ്. ഇതിൽ രാജാവ് ഇരിക്കുന്നു, അക്ബർ ചക്രവർത്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ 9 മന്ത്രിമാർ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുന്നു. പബ്ലിക്കിന് ഞങ്ങളീ കടന്നു വന്ന വഴിയിലൂടെ തന്നെ കയറുവന്ന് ഇവിടേക്ക് ഇരിക്കാം, നിൽക്കാം, കേൾക്കാം, അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാം. 3 ഭാര്യമാർ അക്ബർ ചക്രവർത്തിക്കുണ്ടായിരുന്നു. അവർക്ക് 3 പേർക്കും വേണ്ടി ഇരുന്ന് ഈ കാര്യങ്ങൾ വീക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇവിടെയാണ്. അദ്ദേഹം ഈ വധശിക്ഷ നടപ്പിലാക്കിയത് വേറെ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് എന്ന് മാത്രം. അതായത് ഒരു കൊലക്കയർ എന്ന രൂപത്തിലോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലലോ വെട്ടിക്കൊല്ലലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ശിക്ഷ നടപ്പിലാക്കിയത്. ഇവിടെ കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആന വരും. ഈ ആനയുടെ അടുത്തേക്ക് കുറ്റവാളിയെ കൊണ്ടുപോയിട്ട് ആന ചവിട്ടിക്കൊല്ലുന്ന രീതിയാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പല ചരിത്ര പുസ്തകങ്ങളിലും ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഫത്തേപൂർ സിക്രി പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വന്ന് നേരിട്ട് ആ പ്രതലത്തിൻ്റെ അനുഭവമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുമ്പോഴാണ് അതൊക്കെ കൂടുതൽ കാര്യം പിടികിട്ടുക. ഏതായാലും അങ്ങനെ ഒരു ശിക്ഷാ സമ്പ്രദായം മുഗൾ രാജഭരണകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്നും എന്നുകൂടി മനസ്സിലാക്കാൻ ഈ യാത്ര ഉപകരിച്ചിരിക്കുകയാണ്.